നല്ല അടിപൊളി പ്രൈസുള്ള കോമ്പാക്ട് എസ് യു വേണോ നിങ്ങൾക്ക് ആഘോഷത്തിനൊക്കെ കൊണ്ടുപോയത് ഒരു 7 സീറ്റർ അല്ലേ? എങ്ങനെ ബ്രോ ഇതിന്റെ ഡീറ്റെയിൽ? ഇത് 2012 G4 ഇന്നോവ ഇന്റർകൂളർ. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞാൽ നമ്പർ ആയി കഴിഞ്ഞ. ഓക്കെ, എത്രയാ ചോദ്യം? ഇതിന് 560. ഓക്കെ, കിലോമീറ്റർ 2,10,000 210. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ലില്ല. 560 2012 ഇങ്ങോട്ട് നമ്പർ ആയി കഴിഞ്ഞ ഇന്നോവയാണ്, കേരള നമ്പർ ആയ വണ്ടി. അടുത്തത് ഒരു ഫുൾ ഓപ്ഷൻ ഡീസൽ ഓട്ടോമാറ്റിക് നെക്സോൺ ആണ്. ഏതാ മോഡല്? ഇത് 2019 XZ+ ഡീസൽ ഓട്ടോമാറ്റിക്. ഓക്കെ, 19 സ്റ്റാർട്ടിങ് അല്ലേ വണ്ടിയാണ്, ഫസ്റ്റ് ഷേപ്പാണ്. കിലോമീറ്റർ 80,000. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, എത്രയാ ചോദ്യം? 6,3. 6,75,000 രൂപയ്ക്ക് ഡീസൽ ഓട്ടോമാറ്റിക് 2019. അടുത്തത് ഒരു ഹ്യുണ്ടായി ക്രെറ്റ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 23 മോഡല് പെട്രോൾ മാനുവൽ SX പിന്നെ താഴെ. ഓക്കെ, ഓട്ടം 70,000. ഓക്കെ, സർവീസ് ഒക്കെ ഉണ്ടല്ലോ? സർവീസ് ഒക്കെ ഉണ്ട്. എത്രയാ ചോദ്യം? 12,50,000 രൂപയ്ക്ക്. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം 18 ആ റേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഏകദേശം ഈ ഒരു ക്രെറ്റ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, അടുത്തത് ഒരു ഹോണ്ട സിറ്റി, അടിപൊളി ഒരു സെഡാൻ കാറ്റഗറി. ഇത് CVT ഓട്ടോമാറ്റിക് സിറ്റിയാണ്. ഏതാ മോഡല്? 2015 SV സിംഗിൾ ഓണർ. SV ആണ് ഓപ്ഷൻ. എസിന്റെ തൊട്ട് മേലെ വരുന്ന ഓപ്ഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, പിന്നെ ആലോചന കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും? ഓട്ടോ എത്ര പോയി? ഓട്ടം 1,06,000 കിലോമീറ്റർ. 1.6. അതായത് പെട്രോൾ വണ്ടിയാണ്, ഹോണ്ടയുടെ. കാര്യമായിട്ടുള്ള പണി വരില്ല. എത്രയാണ് ചോദ്യം? 4,3. 4,75,000 രൂപയ്ക്ക്. അടുത്ത വീണ്ടും ഒരു നെക്സോൺ തന്നെ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടി. ഏതാ മോഡല്? ഇത് 19 മോഡൽ. 19 അല്ലേ? ഓക്കെ, XZ+ തന്നെ സിംഗിൾ ഓണർ 64,000 കിലോമീറ്റർ. ഓക്കെ, 66,000. എത്ര ചോദ്യം? 5,85. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 11 to 14 വരെയൊക്കെ കണ്ടാൽ മതി. വീണ്ടും ഒരു നെക്സോൺ ഇതവിടെ, റെഡ് കളർ നെക്സോൺ. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 സിംഗിൾ ഓണർ 80,000 കിലോമീറ്റർ XM സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓക്കെ, എത്ര ചോദ്യം? 4,70. കണ്ടല്ലോ, ഈ സ്റ്റോക്കൊക്കെ വരുന്നത് ഓട്ടോ വെഞ്ചറിന്റെ കാർ ക്ലബ്ബാണ്. കോഴിക്കോട് പാവങ്ങാടാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ മാത്രമല്ല, കൊടുവള്ളി ഷോറൂമുണ്ട്, അതേപോലെ തന്നെ വയനാട് ഷോറൂമുണ്ട്. അപ്പോൾ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്തൊന്ന് കൂടെ ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. അടുത്തൊരു വീഡിയോ കാണാം.